ആലപ്പുഴ രക്ഷാപ്രവർത്തനത്തിൽ റിപ്പോർട്ട് കൈമാറിയ SIT മർദ്ദനം ചട്ടവിരുദ്ധമെന്നും ഗൺമാൻമാർ ഇടപെടേണ്ട സാഹചര്യമില്ലായിരുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. വധശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ബാധകം, സസ്പെൻഷൻ ഉൾപ്പെടെ പരിഗണനയിലെന്നും റിപ്പോർട്ട്. ചന്തു ചന്ദ്രശേഖർ വിവരങ്ങളുമായി ചേരുകയാണ്. ചന്തു, ദ്രുതഗതിയിൽ നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് പുതിയ റിപ്പോർട്ട് SIT ഇപ്പോൾ DGPക്ക് സമർപ്പിച്ചിരിക്കുന്നത്. അതായത് നേരത്തെ ഇതിനെ രക്ഷാപ്രവർത്തനമെന്ന് മുഖ്യമന്ത്രി വ്യാഖ്യാനിച്ചിരുന്നു. അതായത് ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ ആലപ്പുഴയിൽ വെച്ച് നടത്തിയ ഈ ഒരു പ്രതിഷേധം അതിനെതിരെയാണ് പ്രധാനമായും ഈ ഗൺമാൻമാർ ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാർ ഉൾപ്പെടെ ഇറങ്ങി ഈ പ്രതിഷേധിച്ച പ്രവർത്തകരെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിനെതിരെ അന്ന് വലിയ രീതിയിലുള്ള നടപടികൾ ഉണ്ടായില്ല. വലിയ തരത്തിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നടക്കം ഉണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി അപ്പോഴും രക്ഷാപ്രവർത്തനമെന്ന് കണ്ട് അതിനെ തള്ളുന്ന ഒരു സമീപനമായിരുന്നു അന്നത്തെ സർക്കാർ സ്വീകരിച്ചിരുന്നത്. പക്ഷേ പുതിയ സർക്കാർ മാറി വന്നപ്പോൾ ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ ഇതിനെതിരെ നടപടി വേണമെന്ന് പറഞ്ഞിരുന്നു. അതിൽ പ്രധാനമായും അന്ന് ഈ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരായി ഉണ്ടായിരുന്നവർ ലാത്തി ഉപയോഗിച്ച് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം SIT ശേഖരിച്ചിരുന്നു. പക്ഷേ ഈ ദൃശ്യങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിലോ വ്യക്തത വരുത്തുന്നതിന് തയ്യാറായിരുന്നില്ല എന്നൊരു ആക്ഷേപം തന്നെ ഉയർന്നിരുന്നു. പ്രധാനമായും ഇതിന്റെ കേസ് ഡയറി അടക്കം DGP ഓഫീസിലേക്ക്, അതായത് ADGP MR അജിത് കുമാർ വിളിച്ചു വരുത്തി തിരുത്തി എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് പുതുതായി വന്ന സർക്കാർ അന്വേഷണം നടത്തുകയും അതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോഴാണ് ഈ പുതിയ സർക്കാർ ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി അന്വേഷണം കൃത്യമായി നടത്താൻ നിർദ്ദേശിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 5 ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്ന നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായും ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം ഉണ്ടാകേണ്ട ആൾക്കാരായിരുന്നു. പക്ഷേ അവർ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയതിനു ശേഷം അവിടെ ഇറങ്ങുകയും ഈ പ്രതിഷേധിച്ചവരെ മർദ്ദിക്കുകയും ചെയ്തു എന്ന് SIT റിപ്പോർട്ട് സമർപ്പിക്കുകയായിരുന്നു. അത് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗമല്ല, അതായത് ജോലിയുടെ ഭാഗമല്ലാത്ത കാര്യങ്ങളാണെന്ന് അവർ ചെയ്തതെന്നതുകൂടി വിലയിരുത്തുന്നതാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടാണ് പുതുതായി സമർപ്പിച്ചത്. എന്തായാലും ഈ പുതിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നടപടികൾ ഉണ്ടാകുക. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി അടക്കം ഉണ്ടാകാനുള്ള സാധ്യതയാണ്. ശരി ചന്തു.